വീണ്ടും റിവൽ ടുഡേ പീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷാനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചെറിയ സന്ദേശം കേൾക്കാം. നമുക്ക് പലപ്പോഴും നാം വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചൊക്കെ നാം സംസാരിക്കുന്നവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്താണ്? വിശുദ്ധി പുറമേ മാത്രം മതിയോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, പുറമേ മാത്രം മതിയോ വിശുദ്ധി? യേശു പരീശന്മാരോട് പറയുന്ന ഭാഗമുണ്ട്, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറമേ വെടിപ്പാക്കും, അകമോ അഴുക്ക് ക്ലാവും. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് പരീശന്മാരെ വിളിക്കുന്നുണ്ട്. നമുക്കറിയാം വെള്ള തേച്ച ശവക്കല്ലറ ഉള്ളിലെന്താണ്. അപ്പം ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. നാം മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായ രീതിയിൽ നാം നടക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായിരിക്കുമ്പോൾ തന്നെയും ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. അതിൽ നിന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് ദൈവവചനപ്രകാരം ചിന്തിക്കാം. റോമർ നമുക്കറിയാം, അതിൻ്റെ 2 ഒടുവിലേക്ക് വരുമ്പോഴേ അവിടെ എഴുതിയിരിക്കുന്നു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. ആത്മാവിൻ്റെ പുതുക്കം അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പം ദൈവത്താൽ പുകഴ്ച ലഭിക്കണം. ദൈവത്തെ നാം പ്രീതിപ്പെടുത്തണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകല്ലെന്ന നമുക്കറിയാം. ആ ഗോലിയാത്ത് മലനെ ജയിക്കാൻ ദാവീദ് പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ശൗല് പറഞ്ഞ, അവൻ ചെറുപ്പം മുതലേ യോദ്ധാവാണ്, നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. എന്നാൽ അവൻ വീണ്ടും കണ്ടിന്യൂലി ദൈവത്തിന് വേണ്ടി തന്നെ ഈ അഗ്രചർമ്മി ആരാ ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിപ്പാനുള്ള നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, അവിടെ അവൻ പിന്മാറുന്നില്ലെന്ന് കാണുമ്പോൾ ശൗൽ അവൻ്റെ വസ്ത്രം എടുപ്പിക്കാൻ ശ്രമിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്കെന്നൊരു വെളിപ്പാട്, മതങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേക പാരമ്പര്യങ്ങളുടെ വസ്ത്രങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ദാവീദ് അത് ഇട്ടേച്ച് പറഞ്ഞ്, എനിക്കിത് പാകമല്ലെന്ന് പറഞ്ഞു. ശൗല് കൊടുത്തത് അഭിഷേകം നഷ്ടപ്പെട്ടവൻ, പേരിന് രാജാവാണ്, പക്ഷേ ഭീരുവായ ആ ദുരാത്മാവ് ബാധിച്ച ഈ ശൗല് കൊടുത്ത വസ്ത്രമിട്ടുകൊണ്ട് അവൻ പോയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വെട്ടേൽക്കേണ്ടി വന്നേനെ. അവൻ വെട്ടി തുണ്ടമാക്കിയന്. പക്ഷേ അവൻ്റെ ആ കവണയിലുള്ള കല്ലുകൾ മതി ആ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, വെളുത്ത ദേവി എന്ന് പൗലോസ് വരുമ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ചൊരു ദൈവദാസൻ എന്നുള്ള പരിഗണനയൊന്നും അവിടെ ലഭിക്കുന്നില്ല. കാരണം വസ്ത്രങ്ങൾ തൻ്റെ അത് കണ്ട് തിരിച്ചറിയാൻ കഴിയത്തില്ല. അവിടെ ശിഷ്യന്മാരെ യേശുവിനെയും കണ്ടാൽ അറിയാത്തത് കൊണ്ടാണ്, തോമസിൻ്റെയും പ്രത്യേക ചില ഛായ എല്ലാവരുടെയും ഉള്ള ഒരുപോലെ ആയതുകൊണ്ടാണ് അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി, കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യൂദാ ചുംബനം വരുന്നത്. ഇവിടെ ഒന്നും പ്രത്യേകതകളൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല കാര്യം, ചില ഐഡൻറ്റിഫിക്കേഷൻ, ചില കാര്യങ്ങളിൽ മനസ്സിലാക്കാനൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതും വചനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇശയുടെ ഭവനത്തിൽ. അവിടെ നമുക്കറിയാം, പൊക്കവും നീളവും വണ്ണവും വേണേ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്യുന്ന പ്രസംഗിക്കും, പുൾപിറ്റ് തകർക്കും, എല്ലാത്തിനും വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, എല്ലാവരല്ല, അവനല്ല, യോഗ്യതയില്ലാത്ത ഇടയച്ചെറുക്കൻ, പറയത്തക്കവണ്ണമുള്ള യോഗ്യതകളൊന്നുമില്ല, അതിന് വേണ്ട വിദ്യാഭ്യാസമില്ല, ആടിനെ തീറ്റുന്നവൻ, അതിന് തക്ക പ്രാപ്തിയില്ല, സൈസില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ, ഒരു വെള്ളക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ആ ഓയില, കൊമ്പിൽ നിറച്ച തൈലം പലരുടെ തലമേൽ കൊണ്ടുവന്നപ്പോഴേ അത് അനങ്ങിയില്ല, ഓയിൽ ചലിച്ചില്ല. അടപ്പ് തുറന്നിട്ടും ഇങ്ങനെ പറയാം, തുറന്ന് പിടിച്ചിട്ട് നമുക്കറിയാം, ഒരു ദ്രാവകം എവിടേക്കെങ്കിലും തിരിച്ചാൽ അത് അതിലേക്ക് ഒഴുകും, പക്ഷെ അനങ്ങിയില്ല. പക്ഷെ ദാവീദിൻ്റെ തലയുടെ മുകളിൽ വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഒഴുകുകയാണ്, അത് ഫ്ലോ ആകുകയാണ് അവകാശമുള്ളവൻ്റെ മേൽ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, രാത്രിക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞ, മൂപ്പന്മാരെ പ്രസാദിപ്പിച്ചിട്ടില്ല, ഞാൻ അവരെ പ്രസാദിപ്പിച്ചിട്ടില്ല, ഇവരെ പ്രസാദിപ്പിച്ചിട്ടില്ല. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം, ചിലപ്പോൾ നമ്മൾ ചിലരെയൊക്കെ പ്രസാദിപ്പിച്ചൊക്കെ ചിലയിടത്തൊക്കെ നിന്നാൽ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്, അത് അല്പമാണ്. അല്പം വേദപുസ്തകം പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെയുള്ള ഭക്തികൾ അല്പം ആദായ സൂത്രമാണ്, പക്ഷെ അതൊന്നും നിലനിൽക്കുന്നത്. പക്ഷെ കർത്താവിനോട് നിന്നാൽ ഉയർച്ച വരുന്നത് കിഴക്കൊന്നല്ല പടിഞ്ഞാറൊന്നല്ല, ദൈവമാനായ അധിപതി, ദൈവമോ ഉയർന്ന കർത്താവിനോട് നിന്നാൽ, ഇവൻ ഈ ഷെപ്പേഡ് ഫീൽഡിൽ അവൻ അവിടെ ആടിനെ കുളിപ്പിച്ചു, ആടിനെ പോറ്റിയും തീറ്റിയൊക്കെ കടന്നപ്പോൾ വേറെ ആരും കണ്ടില്ല. പക്ഷെ അവനൊരു കിന്നരം ഉണ്ടായിരുന്നു. അവനോട് ദൈവത്തെ വായിക്കും, സങ്കീർത്തനങ്ങൾ എഴുതി അവൻ ദൈവത്തെ സ്തുതിക്കും. ആ ദൈവം അത് കാണുകയായിരുന്നു. ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവിൽ വിളിച്ച് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നീ ചെയ്യുന്നിടത്ത് വിശ്വസ്തയോട് നിന്നു. നിന്നെ ആരും കാണുന്നില്ലെങ്കിലും, നിന്നെ ഉയർത്താൻ ആരും ഇല്ലെങ്കിലും ദൈവം നിന്നെ ഉയർത്തും. കാണാൻ രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ടോ? നന്ദിയോടെ സ്തുതിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്.
അതാ കർത്താവ് പറയുന്ന, അറകളിൽ നീ പ്രാർത്ഥിക്കാൻ കയറും മുമ്പേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം അറിയുന്നു. ഈ ദൈവം മാനിക്കും, പരസ്യമായിട്ടാണ് ദൈവം മാനിക്കുന്നത്. രഹസ്യമായി നീ ചെയ്യുന്ന, അതാ കർത്താവ് പറഞ്ഞ, പുരയ്ക്കകത്ത് പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കപ്പെടും. ദാവീദ് പറഞ്ഞു, ശത്രുക്കളുടെ മുമ്പാകെ ഹി പ്രിപ്പയർഡ് ദ ടേബിൾ ബിഫോർ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. ഞാൻ പലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ആ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് എന്തുകൊണ്ടാണ് ദാവീദിനെ അങ്ങനെ അഭിഷേകം ചെയ്തത്? നേരത്തെ ഇശായിയോട് ദൈവം പറയാ ദാവീദാണെന്ന് പറഞ്ഞ് അറിഞ്ഞായിരുന്ന ഈ സഹോദരന്മാരവിടെ കാണുമോ? അവരെല്ലാം മാറത്തില്ലേ? അവരെല്ലാം നിൽക്കുകയാണ്. ആരാണെന്ന് അവർക്ക് പോകാനും വയ്യ. ആ പ്രവാചന മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാനൊക്കത്തിന് അവരുടെ നടുവിലാണ്. ദൈവം നിന്നെ മാനിക്കും. ദൈവം എനിക്ക് ചെറിയ സന്ദേശം ഞാനിവിടെ നിർത്തുമ്പോൾ, പുറമേ അല്ല കർത്താവിൻ്റെ നിന്നോണം, രഹസ്യത്തിൽ നീ മുഴങ്കാൽ നിൽക്കുന്നതും ആരോ ദൈവദാസന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നു. നീ മുഴങ്കാൽ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയങ്ങളെയാണ് ദൈവം നോക്കുന്നത്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം അകമേ അല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മെ അശുദ്ധമാക്കുന്നത്, പുറമേ ഉള്ളതല്ല. പക്ഷേ കർത്താവ് പറഞ്ഞ് വയറ്റിലോട്ട് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്ന ദുർചിന്ത, കൊലപാതകം, ദുർഭാഷണങ്ങൾ, അതാണ് നമ്മെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായി നാം ആയിരിക്കുമ്പോൾ തന്നെയും നമ്മുടെ പാരമ്പര്യങ്ങളൊന്നും നാം പുകഴുന്നതിന് പകരം, പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുന്നതിന് പകരം നാം എപ്പോഴും ചിന്തിക്കണം, ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ. അതാണ് കർത്താവ് ഏറ്റവും എതിർത്ത പരീശന്മാരുടെ ഭക്തിയാണ്. കാരണം കൈ കഴുകിയില്ല, അവർ കുളിച്ചില്ല, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ശബത്തെ അവൻ അതിനെല്ലാം മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ശബത്തിനും കർത്താവാണ്. കർത്താവ് പൊളിച്ചത് അത് മുഴുവൻ അങ്ങനെ. അന്നത്തെ ന്യായപ്രമാണങ്ങളെ കർത്താവ് എതിരല്ലായിരുന്നു, പക്ഷെ അവരുടെ പാരമ്പര്യങ്ങളെല്ലാം കർത്താവ് പൊളിച്ചു കളഞ്ഞു. അതാണ് പത്രോസ് എഴുതുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പ്. പാരമ്പര്യങ്ങൾ വേണ്ടെന്നല്ല പത്രോസ് പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്നയം, പൊഴുത, അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ട്, ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. അവൻ ക്രൂശിൽ ചെയ്താണ്, നമ്മൾ വീഴുമല്ല. നമുക്ക് അന്ന് യോഗ്യതയാക്കിയ നീതിയുടെ വസ്ത്രം പോലും നമുക്ക് ലഭിച്ചതല്ല. ആ കല്യാണ വസ്ത്രം, വിവാഹ വസ്ത്രം യോഗ്യതയില്ലാത്തവരെ കൊടുത്തതുപോലെ ദൈവൻ്റെ യോഗ്യതാ വസ്ത്രമാണ്. മണവാളൻ തലപ്പവണയുന്ന പോലെ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൽ അലങ്കരിക്കും പോലെ അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി, ദൈവത്തിൻ്റെ വസ്ത്രം നമ്മളെ ഇടിപ്പിച്ചിരിക്കുകയാണ്. അത് നമുക്ക് യോഗ്യത, നമ്മുടെ യോഗ്യതയല്ല, കർത്താവ് നമുക്ക് തന്ന യോഗ്യതയാണ്. അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ടല്ല, നാം അവനിൽ വിശ്വസിച്ചതിന് മാത്രം, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. പ്രവൃത്തിയാലല്ല നാം നീതീകരിക്കപ്പെട്ടത്. ആ യേശു ചെയ്തതിൽ, ക്രൂശിൽ അവൻ ചെയ്തു എന്നെ നീതിമാണ്. ക്രൂശിൽ എൻ്റെ പാവങ്ങൾ കൊണ്ട് എന്നെ മരിച്ചു. ക്രൂശിൽ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ തകർന്നു. അവൻ്റെ അടിപ്പിണരുകൾ നാം ഒന്നും ചെയ്യുകയല്ല, എല്ലാം കർത്താവ് ക്രൂശി ചെയ്തു. അപ്പോൾ തന്നെ നാം ഈ ലോകത്തിലും, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരായി നമ്മളെ സൂക്ഷിക്കുക. കണ്ണിനെ, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ഈ ലോകത്തിൻ്റെ കളങ്കങ്ങളിൽ പെടാതെ, ലോകം ജഡം പിശാചിൽ നിന്ന് ഓരോ ദിവസവും ദൈവവചനത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവകൃപയിൽ നാം മുന്നേറുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിക്കാൻ കഴിയും. പരിശുദ്ധ മനഃശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അവിടെ ദൈവസ്ഥാനം നമ്മൾ നിറയും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ധാരാളം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിറയട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.